ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു ട്രൗസറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചുരിദാറൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന പീസുകളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ട്രൗസർ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. തുണിയുടെ നീളം നമുക്കൊന്ന് നോക്കാം. നീളം വന്നിട്ട് 16 ഇഞ്ച് വരുന്നുണ്ട്, വീതി 11 ഇഞ്ചും വരുന്നുണ്ട്. ഇതൊരു 4 പീസുണ്ട്. ഇപ്പോൾ 2 പീസ് 2ആയിട്ട് മടക്കിയിട്ടേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നായിട്ട് ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക് വെക്കാനുള്ള ഒരു 2 ഇഞ്ചാണ് ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്തത്. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുക. ഇനി നമുക്ക് ക്രോച്ച് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യണം. ക്രോച്ച് ഏരിയ നമ്മുടെ ആ 2 ഇഞ്ച് വരച്ചേക്കണ ആ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴേക്ക് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 8.5 ഇഞ്ച് ഞാനവിടെ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി ഏറ്റവും താഴ്ഭാഗത്ത് നമ്മുടെ കാലിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ ഞാനൊരു 9 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് ആ ഒരു 9 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തേക്കണ ലൈനിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് പാൻറ്റല്ല, നമ്മുടെ ട്രൗസറിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ 2 ഇഞ്ച് പടി പോയി കഴിയുമ്പോൾ നമുക്ക് 14 ഇഞ്ച് കിട്ടുന്നുണ്ട്. ബാക്കി 2 ഇഞ്ച് നമ്മൾ താഴേക്ക് ഫ്രില്ലാണ് വയ്ക്കുന്നത്. അപ്പോൾ മൊത്തം 16 ഇഞ്ചായി. ഫ്രില്ലിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പീസ് മുറിച്ചെടുത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പീസിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ സൈഡ് ഒന്ന് 1/4 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി മൊത്തം നമുക്ക് ഫ്രില്ലെടുക്കുക. അപ്പം നീളം എന്ന് പറയുന്നത് നമുക്ക് താഴത്തെ കാലിൻ്റെ ഓപ്പണിങ്ങിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതൊരു 8 ഇഞ്ചാണ്. അപ്പോൾ മൊത്തം 16 ഇഞ്ച്. 16 ഇഞ്ചിൻ്റെ 3 ഇരട്ടി വേണമെന്നാണ്. നമുക്ക് തുണി ഉള്ളതനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ പീസുകളായാലും കുഴപ്പമില്ല. നമുക്കെല്ലാം കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ടെടുക്കാവുന്നതാണ്. ഒത്തിരി തുണി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം പ്ലീറ്റ്സ് ഇട്ടെടുക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉള്ള തുണി എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അളവൊന്നും നോക്കിയിട്ടില്ല. ഫുള്ളായിട്ടങ്ങ് പ്ലീറ്റ് ഇട്ടെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വരച്ച് വെച്ചേക്കുന്ന ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ആ ഫ്രില്ലിൻ്റെ ഭാഗം ഒഴിവാക്കി നമ്മുടെ ആൺകുട്ടികൾക്കും ഇടാം. അപ്പോൾ അതിനനുസരിച്ച്, അതായത് ആ ഫ്രില്ലിൻ്റെയും കൂടെ നീളം കൂടെ കൂട്ടി മുകൾ ഭാഗത്ത് എടുത്തേച്ചാൽ മതി. അപ്പോൾ ഞാൻ തുണി നിവർത്തി ഒന്ന് വെച്ചിട്ടുണ്ട്. ആ തുണിയുടെ നല്ല വശം ഒന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 നല്ല വശങ്ങളും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രോച്ച് ഏരിയയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകുന്ന ഒരു ഭാഗമാണ് ഈ ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2ഓ 3ഓ സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കാലിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഭാഗത്ത് നമുക്ക് ഫ്രില്ലിട്ട പീസ് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല വശം എടുത്ത് വെക്കണം. നമ്മളിപ്പോൾ ഏറ്റവും താഴെ വരുന്ന ആ ഒരു ഭാഗം, ആ താഴെ വരുന്ന ഭാഗത്തിൻ്റെ നല്ല വശം ഒന്ന് എടുത്ത് വയ്ക്കുക. അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ 3 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതൊന്ന് പ്ലീറ്റ് ഇട്ടെടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ കൊടുക്കുക. ഞാൻ അതിൻ്റെ ഒരു 1/4 ഇഞ്ചൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട് സൈഡ്. അതിന് ശേഷം വേണം നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് ഫ്രില്ലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പാൻറ്റിനൊരു വേറെ ഒരു ലുക്കായിരിക്കും. നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയായിരിക്കും കിട്ടുക. അപ്പം ഞാൻ ഈ പാൻറ്റ് ഒന്ന് മറച്ചിടുകയാണ്. എന്നിട്ട് അതിൻ്റെ കാൽഭാഗം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രില്ലിട്ട് വെച്ചേക്കണുണ്ടല്ലോ, അതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കുക. അതായത് ഫ്രില്ലിൻ്റെ നല്ല വശവും നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശവുമാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കാലം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, 2എണ്ണവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ടൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. 2 സ്റ്റിച്ച് അവിടെ വരുമല്ലോ. അപ്പം 2 കാലിൻ്റെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ചീത്ത വശം എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ആ ഒരു സെൻറ്ററുകൾ തമ്മിൽ ഒരുപോലെ വയ്ക്കുക. ആദ്യം
അതിന് ശേഷം ആ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കുക. അവിടെയൊക്കെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കുക. 1/4 ഇഞ്ചൊക്കെ ഇട്ടാൽ ഒന്ന് ഓടിക്കഴിയുമ്പോഴേക്കും അത് കീറിപ്പോവും മൊത്തത്തിൽ. അപ്പോൾ 1, 2, 3 സ്റ്റിച്ചൊക്കെ കൊടുക്കാം നമുക്ക് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി വേണ്ടത് നമുക്ക് മുകളിൽ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈൻ കറക്റ്റ് ആ മടക്കിൻ്റെ ആ ഭാഗത്ത് വരത്തക്ക രീതിയിൽ എടുത്ത് വയ്ക്കുക. അവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരവണ്ണം ഉണ്ടല്ലോ, അരവണ്ണം എനിക്കിപ്പോൾ ഇവിടെ 21 ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ 21 കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് ഞാനൊരു 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 17 കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്തിട്ട് 17.5 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ആ ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റം ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ട്രൗസറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ചും കൂടെ വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ആ വരച്ച വരയുണ്ടല്ലോ 2 ഇഞ്ചിൻ്റെ, ആ വര കറക്റ്റ് ആ മടക്കിൻ്റെ അവിടെ വരണം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ആ ഒരു അറ്റം വഴി ചേർത്തടിക്കുക. അപ്പോൾ ഈ എലാസ്റ്റിക്കിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് വലിച്ച് വിടണം, എന്നാലാണത് കറക്റ്റായിട്ട് തയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. മടക്കി വയ്ക്കുക, എന്നിട്ട് അറ്റം വഴി അടിക്കുക. അപ്പോൾ നമ്മൾ അടിക്കുന്നതിനോട് കൂടി ഇതിങ്ങനെ വലിച്ചിങ്ങനെ വിടണം. വലിച്ച് വിടുമ്പോൾ അത് പുറകോട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തയ്ക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടുക. ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ പിന്നിട്ടിട്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിട്ടാലും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ട്രൗസറാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് അളവുകളൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് ചുരിദാർ തയ്ച്ചതിൻ്റെയൊക്കെ ബാക്കി പീസുകൾ തുണി കാണുമല്ലോ, അപ്പോൾ പാൻറ്റും ചുരിദാറൊക്കെ തയ്ച്ചിട്ട് ബാക്കി പീസുകൾ കാണും, അതൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.